ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രക്ഷോഭങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞ് കുറേ ഹോട്ടായിട്ടുള്ള, അതായത് നമ്മുടെ എക്സാമിന് കൂടുതലും വരാൻ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ട് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനകത്തെയാണ് കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ. അപ്പം നമുക്ക് പഠിച്ചു തുടങ്ങാം. ഉദയംപേരൂർ സുന്നഹദോസ് ഇത് നടന്ന വർഷം 1599 വർഷം പഠിച്ചു വച്ചിരിക്കണം. 1599 ഉദയംപേരൂർ സുന്നഹദോസ് എന്താണെന്ന് നോക്കാം. കേരളത്തിലെ ക്രൈസ്തവ സഭയെ ലത്തീൻ കത്തോലിക്കക്കാരൻ പോർച്ചുഗീസുകാർ നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടിയാണ് 1599 ഉദയംപേരൂർ സുന്നഹദോസ് എന്ന് പറയുന്നത്. ഈ സ്ഥലം എറണാകുളം ജില്ലയിലാണ്. ഉദയംപേരൂർ എന്ന് പറയുന്ന സ്ഥലം. അപ്പം അതെന്താണ് പ്രശ്നം? കേരളത്തിൽ ഉള്ള ക്രൈസ്തവ സഭയെ ലത്തീൻ കത്തോലിക്കക്കാരാക്കാൻ പോർച്ചുഗീസുകാർ നടത്തിയ ഒരു ശ്രദ്ധേയമായ പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ക്രൈസ്തവ സഭയെ ലത്തീൻ കത്തോലിക്കക്കാരാക്കാൻ വേണ്ടിയിട്ട് ഈ പോർച്ചുഗീസുകാർ നടത്തിയ ഒരു പ്രക്ഷോഭമാണ് ഉദയംപേരൂർ സുന്നഹദോസ് 1599. ഓക്കെ, ഇത് ഏത് ജില്ലയിലാണ് ഉദയംപേരൂർ എന്ന് പറയുന്നത്? എറണാകുളം. ഇതിനകത്തുനിന്ന് ആകെ വരാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ വർഷം ചോദിക്കുക 1599, അല്ലെങ്കിൽ പ്രക്ഷോഭത്തെക്കുറിച്ച് ചോദിക്കാം. കേരളത്തിലെ ക്രൈസ്തവ സഭയെ ലത്തീൻ കത്തോലിക്കക്കാരാക്കാൻ പോർച്ചുഗീസുകാർ നടത്തിയ പ്രക്ഷോഭമാണ്. ഇത് ഏത് ജില്ലയിലാണെന്ന് ചോദിക്കുക. ഉദയംപേരൂർ ഇവിടെ എറണാകുളത്താണെന്ന് പറയണം. അടുത്തത് കൂനൻ കുരിശ് വിപ്ലവം 1653 ജാനുവരി 3 നടക്കുന്നത്. 1653 ജനുവരി 3 കൂനൻ കുരിശ് വിപ്ലവം. ലത്തീൻ കത്തോലിക്ക സഭ 1599 എറണാകുളം ജില്ലയിലെ ഉദയംപേരൂരിൽ നടത്തിയ സുന്നഹദോസ് കൺവെൻഷനിലെ മതപരമായ അടിച്ചേൽപ്പിക്കലിനെതിരെ സുറിയാനി ക്രൈസ്തവരുടെ പ്രതിഷേധ സമരമാണ് കൂനൻ കുരിശ് സത്യം. അപ്പോൾ ഈ കൂനൻ കുരിശ് സത്യവും നമ്മുടെ ഉദയംപേരൂർ സുന്നഹദോസും തമ്മിൽ ബന്ധമുണ്ട്. അപ്പം എന്നാ കൂനൻ കുരിശ് വിപ്ലവം എന്ന് ചോദിച്ചാൽ 1653 ജാനുവരി 3. ഓക്കെ, ലത്തീൻ കത്തോലിക്ക സഭ 1599 എറണാകുളം ജില്ലയിലെ ഉദയംപേരൂരിൽ നടത്തിയ സുന്നഹദോസ് കൺവെൻഷനിലെ മതപരമായ അടിച്ചേൽപ്പിക്കലിനെതിരെ സുറിയാനി ക്രൈസ്തവരുടെ പ്രതിഷേധ സമരമാണ് കൂനൻ കുരിശ് സത്യം. അപ്പം എന്തോ ചെയ്തു? ജാതിയുടെ പേരിൽ സുറിയാനി ക്രിസ്ത്യാനികളെ എന്തോ ചെയ്തു? അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. അടിച്ചേൽപ്പിക്കലിനെതിരെ സുറിയാനി ക്രൈസ്തവരുടെ പ്രതിഷേധമാണ്. അപ്പോൾ ഈ കൺവെൻഷനിൽ മതപരമായ അടിച്ചേൽപ്പിക്കലിനെതിരെ ഈ സുറിയാനി ക്രൈസ്തവർ പ്രതിഷേധിച്ചു. ആ സമരമാണ് കൂനൻ കുരിശ് സത്യം. 1653 ജാനുവരി 3. മറ്റേതോ 1599 ഉദയംപേരൂർ സുന്നഹദോസ് 1599. ഇതോ 1653. ഏതാ? കൂനൻ കുരിശ് വിപ്ലവം. അടുത്തത് കുറച്ചുകൂടെ ഉണ്ട്. അധ്യക്ഷത വഹിച്ചത് ഗോവൻ ആർച്ച് ബിഷപ്പ് അഗസ്റ്റസ് ഡി മെനസിസ് ആയിരുന്നു. അപ്പം ഈ കൂനൻ കുരിശ് സത്യത്തിന് അധ്യക്ഷത വഹിച്ചത് ഗോവൻ ആർച്ച് ബിഷപ്പ് അഗസ്റ്റസ് ഡി മെനസിസ്. വലിയ പേരാ. ഗോവൻ അങ്ങനെ ഓർത്തിരുന്നാൽ മതി, ഗോവൻ. ഓക്കെ, അടുത്തത് 5 തെങ്ങ് കലാപം. ഇവിടെ തൊട്ടാണ് മെയിനായിട്ടും എക്സാമിന് കൂടുതലും ചോദിക്കുന്ന ഭാഗങ്ങൾ വരുന്നത്. ഓക്കെ, 5 തെങ്ങ് കലാപം. എന്താണ് 5 തെങ്ങ് കലാപം? അത് 1697 നടന്ന ഒരു കലാപമാണ് 5 തെങ്ങ് കലാപം. എന്നാൽ 1697 1697 നാട്ടുകാർ 5 തെങ്ങിലെ ബ്രിട്ടീഷ് ഫാക്ടറി ആക്രമിച്ചു. അപ്പം 5 തെങ്ങ് കലാപം എന്ന് പറഞ്ഞത്, 5 തെങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ
ഒരു ഫാക്ടറി ബ്രിട്ടീഷുകാർ ആക്രമിച്ചു. അതാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് അറിയപ്പെടുന്നത്. വർഷം ഒന്ന് ഓർത്തിരിക്കണം. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നാട്ടുകാർ അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷ് ഫാക്ടറി എന്തോ ചെയ്തു, ആക്രമിച്ചു. വെറുതെ ആക്രമിക്കത്തില്ലായിരിക്കുമല്ലോ. അപ്പോൾ ആ ബ്രിട്ടീഷുകാരുടെ പ്രവൃത്തി ദോഷം കൊണ്ടായിരിക്കുമല്ലോ നാട്ടുകാർ അവരുടെ കമ്പനി ആക്രമിച്ചത് ആണ്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് പഠിക്കുമ്പോൾ നോക്കാം. ഇത് നമ്മൾ പോയിന്റുകൾ പെട്ടെന്ന് പഠിച്ചു പോകും. ഒരു റിവിഷൻ ക്ലാസ് ആണിത് കേട്ടോ. അപ്പം അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ചോദിക്കാം. 1697. നാട്ടുകാർ ബ്രിട്ടീഷുകാരുടെ ഫാക്ടറി എന്തോ ചെയ്തു, അടിച്ച് പൊട്ടിച്ചു, ആക്രമിച്ചു അല്ലേ. ഈ അഞ്ചുതെങ്ങ് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. വർഷം എവിടെയാണ്? ഇത് രണ്ടുമായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഇനി അടുത്ത ഒരു കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അത് 1721 ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. അപ്പം നോക്കിയോ, അഞ്ചുതെങ്ങ് കലാപവും ഇന്ത്യയിലല്ലേ നടന്നേന്ന്. അപ്പം ആണ്, പക്ഷേ അഞ്ചുതെങ്ങ് കലാപം ഒരു സംഘടിത കലാപം അല്ലായിരുന്നു. അതാണ് അവിടുത്തെ പോയിന്റ്, സംഘടിത കലാപം. അപ്പം ആറ്റിങ്ങൽ കലാപം എന്ന 1721 ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ റാണിക്ക് ഉപഹാരവുമായി പോയ ഗിഫേർഡ് ഉൾപ്പെടെയുള്ള 140 ബ്രിട്ടീഷ് സൈനികരെ നാട്ടുകാർ ആക്രമിച്ചു കൊലപ്പെടുത്തി. ഇതായിരുന്നു സംഭവം. അപ്പം വർഷമാണ് മെയിനായിട്ട്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആറ്റിങ്ങൽ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. 1721 ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം 1721. സംഭവം എന്തുവാ? നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണെന്ന് ഓർത്തു വച്ചിരിക്കണം. പിന്നെ ഈ ആറ്റിങ്ങൽ റാണിക്ക് ഉപഹാരവുമായി പോയ ഗിഫേർഡ് ഉൾപ്പെടെയുള്ള 140 ബ്രിട്ടീഷ് സൈനികരെ നാട്ടുകാർ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ അവർക്ക് അവിടെ പണ്ടകശാലയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു മേൽക്കോയ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആറ്റിങ്ങൽ റാണിയെ സോപ്പിട്ടിട്ട് അവരെന്ത് ചെയ്തു, അവർക്ക് സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോയത്. ഇത് അവിടുത്തെ നാട്ടുകാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നടന്ന സംഭവമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. വർഷം 1721. അപ്പം ഈ പോയ സൈനികരിൽ ഗിഫേർഡ് എന്ന് പറയുന്ന ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ തലവനായിരുന്നു ഗിഫേർഡ്. അയാൾ ഉൾപ്പെടെ 140 ബ്രിട്ടീഷ് സൈനികരെയാണ് നാട്ടുകാർ ആക്രമിച്ചത്. 140 ഗിഫേർഡിനെ ഉൾപ്പെടെ. ഓക്കെ, അടുത്തത് പഴശ്ശി കലാപങ്ങളാണ്. ഇതൊക്കെ നന്നായിട്ട് ഓർത്തു വെച്ചേക്കണം. പഴശ്ശി കലാപമൊക്കെ എപ്പോഴും എക്സാമിന് വരുന്നതാണ് ഈ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ആകം പഴശ്ശി കലാപങ്ങൾ നോക്കാം. ഒന്നാം പഴശ്ശി കലാപം നടന്ന വർഷം 1793 1797. രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് 1800 1805 ഇടയിലാണ്. 1805 നവംബർ 30 പഴശ്ശിരാജ ജീവത്യാഗം ചെയ്തു. അപ്പോൾ 1805 നവംബർ 30 പഴശ്ശിരാജ ജീവത്യാഗം ചെയ്തു. പഴശ്ശിയുടെ യുദ്ധഭൂമി എന്നറിയപ്പെടുന്നത് എവിടെയാണെന്നറിയാമോ? പുരളിമലയാണ്. കണ്ണൂർ ബ്രഹ്മഗിരി മലകളുടെ ഭാഗമാണ് ഈ പുരളിമല എന്ന് പറയുന്നത്. കണ്ണൂർ ബ്രഹ്മഗിരി മലകളുടെ ഭാഗമാണ് പുരളിമല. പഴശ്ശിയുടെ യുദ്ധഭൂമിയാണ് പുരളിമല. പഴശ്ശി സ്മാരകം അഥവാ ശവകുടീരം എവിടെയാണെന്ന് വെച്ചാൽ മാനന്തവാടിയാണ് കേട്ടോ. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. ശവകുടീരം എന്നും പറയാം, മാനന്തവാടി. പഴശ്ശി മ്യൂസിയം എവിടെയാണ് അറിയാമോ? ഈസ്റ്റ് ഹിൽസ്, കോഴിക്കോട് ഈസ്റ്റ് ഹിൽസിലാണ് മ്യൂസിയം, പഴശ്ശി മ്യൂസിയം. പഴശ്ശി ഡാം എവിടെയാണ്? വളപ്പട്ടണം പുഴയിലാണ്. കണ്ണൂർ ജില്ലയിലെ വളപ്പട്ടണം പുഴയിലാണ് ഡാം. പഴശ്ശി കോളേജ് മട്ടന്നൂരാണ്, അതും കണ്ണൂരാണ്, മട്ടന്നൂർ. അപ്പോൾ ഒന്നുകൂടെ പറയാം, പഴശ്ശിയുടെ യുദ്ധഭൂമി എന്നറിയപ്പെടുന്നത് പുരളിമലയാണ്. പഴശ്ശി സ്മാരകം മാനന്തവാടിയാണ്. പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ഈസ്റ്റ് ഹില്ലാണ്. പഴശ്ശി ഡാം വളപ്പട്ടണം പുഴ കണ്ണൂരാണ്. പഴശ്ശി കോളേജ് മട്ടന്നൂരാണ്, മട്ടന്നൂർ. പഴശ്ശി കേവ് ഉണ്ട്, അത് മലപ്പുറം ജില്ലയിലാണ്. പഴശ്ശി കേവ്, പഴശ്ശി ഗുഹ മലപ്പുറം ജില്ലയിലാണ്, മലപ്പുറം.
നായർ പട്ടാള ലഹള നടന്ന വർഷം 1804 നായർ പട്ടാള ലഹള നടന്നത് 1804 അപ്പോൾ പഴശ്ശിരാജാവ് 1805 മരിക്കുന്നത്. നായർ പട്ടാള ലഹള നടക്കുന്നത് 1804. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് കുറിച്യർ ലഹളയെക്കുറിച്ചാണ്. 1812 കുറിച്യർ ലഹള ഉണ്ടാകുന്നത്. 1812 കുറിച്യർ ലഹള ഉണ്ടാകുന്നത്. 1805 പഴശ്ശി വിപ്ലവത്തിന് ശേഷം വയനാട് മേഖലയിലെ ബ്രിട്ടീഷ് തേർവാഴ്ചയ്ക്കും സാമ്പത്തിക ചൂഷണത്തിനുമെതിരെ ആദിവാസികൾ നടത്തിയ സായുധ കലാപമാണ് കുറിച്യർ ലഹള. അപ്പോൾ ആദിവാസികൾ നടത്തിയതാണ് ഇത്. ഈ 1805 നമ്മുടെ പഴശ്ശി കലാപമൊക്കെ കഴിഞ്ഞു, അദ്ദേഹം മരിച്ചു പോകുന്നു. അതിനുശേഷം വയനാട് മേഖലയിലെ ബ്രിട്ടീഷ് തേർവാഴ്ചയ്ക്കും, വയനാട്ടിലെല്ലാം ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത്, സാമ്പത്തിക ചൂഷണത്തിനൊക്കെ എതിരെ അവിടെയുള്ള ആദിവാസികൾ വയനാട്ടിലുള്ള ഒരു കലാപത്തിന് തീരുമാനിച്ചു. ഒരു സായുധ കലാപമാണ് കുറിച്യ ലഹള എന്നറിയപ്പെടുന്നത്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു മുദ്രാവാക്യം. ഇപ്പോൾ കുറിച്യ ലഹളയുടെ മുദ്രാവാക്യം എന്താണെന്ന് വെച്ചാൽ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. വർഷം എത്ര? 1812. ഓർത്ത് വെച്ചേക്കണം. കുറിച്യർ ലഹള 1812. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക, ഇതാണ് മുദ്രാവാക്യം. ദക്ഷിണേന്ത്യയിലെ ഏക ഗിരിവർഗ കലാപമായ കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് 1000 വീട്ടിൽ കൊന്തപ്പൻ, രാമൻ തമ്പി, വെൺകലോൺ കേളു. അപ്പം ദക്ഷിണേന്ത്യയിലെ ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യ കലാപം കേട്ടോ. ദക്ഷിണേന്ത്യയിലെ ഏക ഗിരിവർഗ കലാപം ഏതാ? കുറിച്യ ലഹള 1812. നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയാണ്? 1000 വീട്ടിൽ കൊന്തപ്പൻ, രാമൻ തമ്പി, വെൺകലോൺ കേളു. എങ്ങനെ ഓർത്തിരിക്കും? കൊന്തപ്പൻ, 1000 വീട്ടിൽ കൊന്തപ്പൻ. കുറിച്യർ ലഹളയല്ലേ, അപ്പം ആദിവാസികളാണെന്നും പറഞ്ഞു. അപ്പോൾ ഈ കൊന്തപ്പനും കേളുവെന്നും ഒക്കെ ആദിവാസികളുടെ പേരുകളാണ്. കൊന്തപ്പൻ, കേളു, രാമൻ തമ്പി. അടുത്തത് ചാഴൂർ കലാപം. അധികം നമ്മൾ കേട്ടിട്ടില്ല, എന്നാലും വായിക്കാം. ചാഴൂർ കലാപം മലബാറിലെ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ 1836 1853 ഇടയിൽ നടന്ന കലാപങ്ങളാണ് ചാഴൂർ കലാപം. ഒന്നുകൂടെ പറയാം. മലബാറിലെ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ, മലബാറിലും ഏറനാട്, വള്ളുവനാട് ഈ താലൂക്കുകളിൽ 1836 1853 ഇടയിൽ നടന്ന കലാപങ്ങളാണ് ചാഴൂർ കലാപം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി. മലബാറിലാണെന്ന് ഓർക്കണം ചാഴൂർ കലാപം. പിന്നെ ഏറനാട്, വള്ളനാട് താലൂക്കുകളിലാണെന്ന് ഓർക്കണം. വർഷം ഓർക്കണം. ചാഴൂർ കലാപം. അടുത്തത് ചാന്നാർ ലഹളയാണ്. 1858 നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നിങ്ങനെയും അറിയപ്പെടുന്നു. അപ്പോൾ ചാന്നാർ ലഹള അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നിങ്ങനെ. വേളാത്ത് ലക്ഷ്മിക്കുട്ടി, കെ കുറുമ്പ, KC കാളിക്കുട്ടി എന്നിവർ നേതൃത്വം നൽകി. അപ്പം ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം കൂട്ടിയത് ആരൊക്കെയാണ്? നേതൃത്വം നൽകിയത് വേളാത്ത് ലക്ഷ്മിക്കുട്ടി. വേളാത്ത് ലക്ഷ്മിക്കുട്ടി, കെ കുറുമ്പ, KC കാളിക്കുട്ടി. സ്ത്രീകളാണല്ലേ. വേളാത്ത് ലക്ഷ്മിക്കുട്ടി, കെ കുറുമ്പ, KC കാളിക്കുട്ടി എന്നിവർ നേതൃത്വം നൽകി. തിരിച്ചിങ്ങനെ ചോദിക്കാം. വേളാത്ത് ലക്ഷ്മിക്കുട്ടി, കെ കുറുമ്പ, KC കാളിക്കുട്ടി എന്നിവർ നേതൃത്വം നൽകിയ ലഹള ഏതാ? ചാന്നാർ ലഹള 1858. അതിനെ മറ്റു പേരുകൾ മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം. വേളാത്ത് ലക്ഷ്മിക്കുട്ടി, കെ കുറുമ്പ, KC കാളിക്കുട്ടി എന്നിവർ നേതൃത്വം നൽകി. 1859 ഫെബ്രുവരി മാസത്തോടെ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. അപ്പം 1858 ചാന്നാർ ലഹള സ്റ്റാർട്ട് ചെയ്യുന്നത്. തൊട്ടടുത്ത വർഷം 1859
ഫെബ്രുവരി മാസത്തോടെ ഈ കലാപം ചാന്നാർ ലഹള ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. 59 ജൂലൈ 26-ന് തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ വിളംബരത്തിലൂടെ ചാന്നാർ സ്ത്രീകൾക്ക് മറയ്ക്കാൻ അവകാശം നൽകി. അപ്പം 1859 ജൂലൈ 26-ന് അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ വിളംബരത്തിലൂടെ ചാന്നാർ സ്ത്രീകൾക്ക് മറയ്ക്കാൻ അവകാശം നൽകി. അപ്പോൾ ആരാ? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് നൽകിയത്. 1865-ൽ ഈഴവ സ്ത്രീകൾക്കും 1870-ൽ എല്ലാ ജാതിമത വിഭാഗക്കാർക്കും മറച്ച് നടക്കുന്നതിന് വിളംബരം ഉണ്ടായി. അപ്പോൾ ഇതാണ് ചാന്നാർ ലഹള എന്ന് പറയുന്നത്.